വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ ഉള്ള വചനങ്ങളിൽ ഈ സുവിശേഷ രചനയ്ക്ക് ഒരു മുഖവുരയാണ് വിശുദ്ധ ലൂക്ക എഴുതി ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലൂക്കായും സുവിശേഷ രചനയിൽ ഏർപ്പെട്ടത്? കാരണം അപ്പോൾ തന്നെ മറ്റ് സുവിശേഷങ്ങൾ രചനാരൂപത്തിൽ ലഭ്യമായിരുന്നു. മർക്കോസിൻ്റെയും മത്തായിയുടെയും ഒക്കെ സുവിശേഷങ്ങൾ അന്നുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് വീണ്ടും വിശുദ്ധ ലൂക്ക കൂടി ഇത് എഴുതുന്നു എന്നതിനുള്ള ഒരു ഉത്തരവും ഒരു മുഖവുരയുമായിട്ടാണ് ഇത് എഴുതുന്നത്. തന്നെയുമല്ല, ശ്രേഷ്ഠനായ തെയോഫിലോസിന് വേണ്ടിയാണ് ഇദ്ദേഹം എഴുതുന്നത്. തെയോഫിലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുക അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നവൻ എന്നൊക്കെയാണ്. ദൈവം സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഒരു സമ്മാനമായിട്ട്, ഒരു ഉറപ്പായിട്ട് ഈ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയിരിക്കുന്നു. ആകയാൽ ആരെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നുവോ അല്ലെങ്കിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുവോ അവർക്കുള്ളതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഈ സുവിശേഷത്തിലാകട്ടെ തിയോഫിലോസ് വായ്മൊഴിയായി കേട്ട് മനസ്സിലാക്കി ഹൃദിസ്ഥമാക്കിയതും വിശ്വസിക്കുന്നതുമായ കാര്യങ്ങൾക്ക് രചനാരൂപത്തിൽ എഴുതപ്പെട്ട ഒരു ക്രമം ഇവിടെ നൽകപ്പെടുകയാണ്. രക്ഷയുടെ പ്രവൃത്തി ഈശോ മിശിഹായുടെ ജനനം മുതൽ രക്ഷാകര പ്രവൃത്തികൾ പൂർത്തിയാകുന്നവരെ അക്കാലത്ത് ജെറൂസലേമിൽ സംഭവിച്ച സകല കാര്യങ്ങളെയും പരിശോധിച്ചറിഞ്ഞ് അതിൻ്റെ കൃത്യമായ ക്രമത്തിലും ഏറ്റവും വിശ്വസനീയമായ രീതിയിലും ആ കാര്യങ്ങളെ തെയോഫിലോസിന് വേണ്ടി വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. കാരണം മറ്റുള്ളവരുടെ രചനയിൽ ഉള്ള കാര്യങ്ങൾ തന്നെയും അതിൽ നിന്നും കൂടുതലായിട്ടുള്ള കാര്യങ്ങളും അതിന് വ്യക്തമായ ഒരു ക്രമവും ഒരു ദൈവശാസ്ത്രവുമെല്ലാം അതിനാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ആമുഖം തന്നെ വളരെയധികം അനുഗ്രഹപ്രദമാണ്. ദൈവം സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. Have a blessed day to all of you.